സുഗമോദേവി സീരിയലിൻ്റെ പുതിയ എപ്പിസോഡിൻ്റെ പ്രൊമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പ്രഭാവതി ചന്ദ്രമതിയോട് പറയാണ്, നീ അങ്ങനെ എൻ്റെ വില കുറച്ചൊന്നും കാണണ്ട, എനിക്ക് നിൻ്റെ ത്യാഗരാജനെ പലതും ചെയ്യാൻ സാധിക്കും. അതിന് നീ എൻ്റെ നന്ദനെയും ഗിരീഷിനെയും കുറ്റക്കാരാക്കൊന്നും വേണ്ട എന്ന് പറയുമ്പം പ്രഭാവതിയോട് ചന്ദ്രമതി ചോദിക്കുന്നുണ്ട്, നീ എന്താടി എൻ്റെ ത്യാഗരാജനെ കൊണ്ടുപോയി എന്ത് ചെയ്യുമെന്നാടി പറയണ? നീ എൻ്റെ ത്യാഗരാജനെ തല്ലുമോ? ഒരു പ്രാവശ്യം തല്ലുമായിരിക്കും, രണ്ടാമത് തല്ലാൻ നിൻ്റെ കൈ പൊങ്ങില്ല. അതിനു മുമ്പ് നിൻ്റെ കൈ അവൻ വെട്ടി എറിഞ്ഞിട്ടുണ്ടാവും. അതാണ് അവൻ്റെ സ്വഭാവം. അത് കേട്ടിട്ട് പ്രഭാവതി പറയുകയാണ്, നീ എന്നെ വേണമെങ്കിൽ സംശയിച്ചോ, നന്ദനെയും ഗിരീഷിനെയും ഒരിക്കലും സംശയിക്കരുത്. ത്യാഗരാജൻ്റെ കാറ് എങ്ങനെയോ ദേവികയുടെ വീടിൻ്റെ മുമ്പിൽ വന്ന് പെട്ടു എന്നേ ഉള്ളൂ. അതെങ്ങനെ അവിടെ വന്നു എന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. ഇനി ആ പേരും പറഞ്ഞ് ദേവികയുടെ വീട്ടുകാരെയും ഇതിൽ കുറ്റക്കാരാക്കാൻ നീ ശ്രമിക്കരുത്. ത്യാഗരാജൻ അവിടുത്തെ വലിയ ഗുണ്ടയല്ലേ, അവനപ്പോൾ വേറെ ഏതെങ്കിലും ഒരു കേസ് ഉണ്ടാക്കാൻ പോയിട്ടുണ്ടാവും. അല്ലെങ്കിൽ അവൻ ആരെങ്കിലും കാണാൻ പോയതായിരിക്കും. കണ്ടു കഴിയുമ്പം തിരിച്ചു വരും. അതിനു മുമ്പ് നീ ആരെയും ഒന്നും കുറ്റക്കാരാക്കാൻ നിൽക്കണ്ട. അത് കേട്ടിട്ട് തനൂജയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. തനൂജ വന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങളിവിടെ കിടന്ന് ഒരുപാട് ചലിക്കൊന്നും വേണ്ടാന്ന് പറയുമ്പം പ്രഭാവതി കൈ ഓങ്ങിക്കൊണ്ട് തനൂജയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അപ്പം തന്നെ തനൂജ പേടിച്ച് അയ്യോന്ന് വിളിച്ചുകൊണ്ട് പുറകോട്ട് മാറിപ്പോകുന്നുണ്ട്. അപ്പോൾ പ്രഭാവതി പറയുന്നുണ്ട്, നീ എൻ്റെ അടുത്ത് വർത്തമാനം പറയാനൊന്നും ആയിട്ടില്ല. ഞാനൊന്ന് കൈ ഓങ്ങിക്കൊണ്ട് വന്നപ്പോൾ തന്നെ നീ പേടിച്ച് കരയാൻ തുടങ്ങി. അപ്പം നിനക്ക് എൻ്റെ കയ്യിൽ നിന്നും ഒന്ന് കിട്ടിയാൽ നിൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് നിനക്ക് ഊഹിക്കാൻ പറ്റുമോ? ത്യാഗരാജൻ വന്നോളും. ഇനി അതും പറഞ്ഞ് എൻ്റെ നന്ദനെയും ഗിരീഷിനെയും പോലീസ് സ്റ്റേഷനും കോടതിയും കയറ്റാനാണ് നിൻ്റെ ഉദ്ദേശമെങ്കിൽ അത് നടക്കില്ല. ഞാൻ ആരാണെന്ന് നീ അറിയും. ഇത് നിന്നോട് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടം വരെ വന്നത്. ഇതെൻ്റെ ആജ്ഞയാണ്, അല്ലാതെ നിന്നോടുള്ള അപേക്ഷയൊന്നുമല്ല. ചന്ദ്രമതിയോടായിട്ട് പ്രഭാവതി പറയുന്നുണ്ട്, ചന്ദ്രമതി, നീ പണ്ട് പാല് പോലെ ശുദ്ധ ഹൃദയമുള്ളവളായിരുന്നു. പാലിൽ ഒരു തുള്ളി വിഷം വീണിട്ടുണ്ടെങ്കിൽ അത് ചീത്തയാവും. അപ്പോൾ നിൻ്റെ പാലിൽ വീണിരിക്കുന്ന 2 വിഷമാണ് തനൂജയും ത്യാഗരാജനും. ത്യാഗരാജൻ ഇതുവരെ നിന്നെ നോക്കാനോ അന്വേഷിക്കാനോ ഒന്നും ഇങ്ങോട്ട് വന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ ബലരാമൻ മരിച്ചതിന് ശേഷമാണ് അവനിങ്ങോട്ട് വന്നിരിക്കുന്നത്. അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ലക്ഷ്യം അവനുണ്ടാവും. മിക്കവാറും നിൻ്റെ വീടും സ്വത്തൊക്കെ കണ്ടിട്ടായിരിക്കും അവനിങ്ങോട്ട് വന്നിരിക്കുന്നത്. ഈ തനൂജയെയും ത്യാഗരാജനെയും നിൻ്റെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കിയാൽ നിനക്ക് രക്ഷപ്പെടാം എന്നും പറഞ്ഞ് പ്രഭാവതി അവിടെ നിന്ന് പോകുന്നുണ്ട്. പ്രഭാവതി പോയി കഴിഞ്ഞതും തനൂജ ചന്ദ്രമതിയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, ആൻറ്റി, അവർ നമ്മളുടെ വീട്ടിൽ വന്നാണ് വെല്ലുവിളിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പം തന്നെ പോലീസിനെ വിളിച്ച് നമുക്ക് കംപ്ലയിൻറ്റ് ചെയ്യാമെന്ന് പറയുമ്പം ചന്ദ്രമതി പറയുന്നുണ്ട്, അതൊന്നും വേണ്ട മോളെ, ആദ്യം തന്നെ ത്യാഗരാജൻ വരട്ടെ. അവൻ വന്നതിന് ശേഷം നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. അതേസമയം ത്യാഗരാജനെയാണ് കാണിക്കുന്നത്. ത്യാഗരാജൻ കെട്ടി ഇട്ട അവസ്ഥയെ തന്നെ അവിടെ നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് രാത്രി ഗിരീശൻ റൂമിൽ വന്നിരുന്ന് കുറച്ച് സമയം വായിക്കുന്നതാണ്. ആ സമയത്ത് അങ്ങോട്ട് രജനി വരുന്നുണ്ട്. രജനീനെ കണ്ടതും ഗിരീഷൻ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നുണ്ട്. അപ്പോൾ രജനി പറയുന്നുണ്ട്, എനിക്കൊരു സംശയമുണ്ട്. അന്ന് ഗിരീഷനും നന്ദനും കൂടി ആ ചന്ദ്രമതി ആൻറ്റിയുടെ വീട്ടിൽ പോയി ത്യാഗരാജനെക്കുറിച്ച് ഓരോന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയില്ലേ? അതിന് ശേഷമാണല്ലോ അയാളെ കാണാതായത്. നീ എന്താ ഉദ്ദേശിക്കുന്നത്? ഞാനും നന്ദനും കൂടി അയാളെ തട്ടിക്കൊണ്ടുപോയി എന്നാണോ ഉദ്ദേശിക്കുന്നത്? സത്യത്തിൽ അയാളെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴേക്കും അയാളെ ആരോ തട്ടിക്കൊണ്ടുപോയി. ഇനിയിപ്പോൾ നന്ദുവും ദേവികയും അമ്മയും ഇവിടെ നിൽക്കുന്നതിന് നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ രജനി പറയുന്നുണ്ട്, ചിലവമ്മേ ചിലവ് വരികയാണ്, എല്ലാവരും കൂടി ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ചിലവല്ലേ എന്ന് ചോദിക്കുമ്പം ഗിരീശൻ പറയുന്നുണ്ട്, അങ്ങനെ ചിലവ് വരുവാണെങ്കിൽ അതിൻ്റെ ചിലവ് ഞാൻ സഹിച്ചോളാം, നീ സഹിക്കണ്ട. പിന്നീട് കാണിക്കുന്നത് രാവിലെ തന്നെ ശാരിക ചെടികളൊക്കെ നനച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് ഒരു പോലീസ് ജീപ്പ് വന്ന് നിന്നു. ശാരിക അങ്ങോട്ട് നോക്കുമ്പോൾ അതിൽ നിന്നും CIയും കുറേ പോലീസുകാരും ഇറങ്ങി വരുന്നുണ്ട്. CI ശാരികയുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, മംഗലശ്ശേരി ഇവിടെ ഉണ്ടോയെന്ന്. ആ സമയത്ത് മാധവൻ അങ്ങോട്ട് ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ മാധവനോട് CI പറയുന്നുണ്ട്, എന്നാൽ നമുക്ക് പോയാലോ? നീയല്ലേ ആ ത്യാഗരാജനെ തട്ടിക്കൊണ്ട് പോയത്? നീ എന്തോ പറഞ്ഞ് ത്യാഗരാജനെ ഇവിടെ വരുത്തിയിട്ട് അയാളെ ഏതോ ഗുണ്ടകളെയും കൊണ്ട് പിടിച്ചു കൊണ്ടുപോയിപ്പിച്ചതാണ്, അല്ലെങ്കിൽ ത്യാഗരാജൻ എവിടെയെന്ന് ചോദിക്കുമ്പം ശാരിക പറയുന്നുണ്ട്, സാറ് ആവശ്യമില്ലാത്തതൊന്നും പറയണ്ട, എൻ്റെ അച്ഛൻ അയാളെ തട്ടിക്കൊണ്ട് പോയിട്ടൊന്നുമില്ല, ഒരു തെറ്റും ചെയ്യാത്ത അച്ഛനെ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. ആ സമയത്ത് CI ശാരികയോട് പറയുന്നുണ്ട്, എന്നാൽ നിൻ്റെ അച്ഛനോട് സത്യം പറയാൻ പറ, ത്യാഗരാജനെ എവിടെയാണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് കാണിച്ചു തരാൻ പറ എന്ന് പറയുമ്പം മാധവൻ പറയുന്നുണ്ട്, ഞാൻ ആരെയും തട്ടിക്കൊണ്ടൊന്നും പോയിട്ടില്ല, അയാളുടെ വണ്ടി ഇവിടെ വന്നത് എങ്ങനെയാണെന്നും എനിക്കറിയില്ല. അപ്പോഴേക്കും രാധിക അങ്ങോട്ട് വരുന്നുണ്ട്. രാധിക വന്നിട്ട് മാധവേട്ടനെ കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല, മാധവേട്ടനെ കൊണ്ടുപോകാൻ ഒക്കില്ല എന്ന് പറയുമ്പോൾ ശാരികയും അതുപോലെ തന്നെ പറഞ്ഞ് കരയുന്നുണ്ട്. അതൊന്നും വക വയ്ക്കാതെ CIയും പോലീസുകാരും മാധവനെ അങ്ങോട്ട് പിടിച്ചു കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടിട്ട് രാധിക ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. ആ സമയത്ത് ശാരിക വന്നിട്ട് പറയുന്നുണ്ട്, അമ്മ കരയാണ്ടിരിക്കുക, ഇതിന് പ്രതിവിധി ഞാൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി ഫോൺ എടുത്ത് ദേവികയെ വിളിക്കുന്നുണ്ട്. അതിനുശേഷം ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം ദേവികയോട് പറയുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ദേവിക പറയുന്നുണ്ട്, നീ സമാധാനമായിട്ടിരിക്കുക, എന്താണെന്ന് വെച്ചാൽ ചെയ്യാം, അച്ഛനെ പോയി കണ്ട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കാം എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം അവിടെ പ്രഭാവതിയും എല്ലാവരും ഉണ്ട്. അപ്പോൾ പ്രഭാവതി വന്ന് ദേവികയോട് ചോദിക്കുന്നുണ്ട്, എന്താ മോളെ ആരാ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ പറയുന്നുണ്ട്, ശാരികയാണ് വിളിച്ചത്, അച്ഛനെ CIയും പോലീസുകാരും വന്ന് പിടിച്ചുകൊണ്ടുപോയി എന്നാണ് പറയണത്. ത്യാഗരാജനെ തട്ടിക്കൊണ്ടുപോയത് അച്ഛനാണെന്നും പറഞ്ഞാണ് അവർ അച്ഛനെ പിടിച്ചുകൊണ്ടുപോയത്. എന്നിട്ട് ദേവിക നന്ദുവിനോട് പറയുന്നുണ്ട്, നമുക്കൊന്ന് സ്റ്റേഷൻ വരെ പോകാം, അച്ഛനെ കാണാമെന്ന് പറയുമ്പം നന്ദു വലിയ താല്പര്യം കാണിക്കണില്ല. അപ്പോൾ ദേവിക പറയുന്നുണ്ട്, താല്പര്യമില്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പോയിക്കോളാം എന്ന് പറയുമ്പം ഗിരി പറയുന്നുണ്ട്, ഞാൻ വരാം എന്നാന്ന് പറയുന്നുണ്ട്. അപ്പം പ്രഭാവതി പറയുന്നുണ്ട്, ഇവിടുന്ന് ആരും സ്റ്റേഷനിലേക്ക് പോകണ്ട. അന്നേരം ദേവിക പ്രഭാവതിയോട് ചോദിക്കുന്നുണ്ട്, അതെന്താ ഇവിടുന്ന് ആരും പോകണ്ടാത്ത, എൻ്റെ അച്ഛനെ അമ്മയ്ക്ക് കാണണ്ടേ, അമ്മ വരുന്നില്ലേ, ഞാൻ എൻ്റേതായ രീതിയിൽ അതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കട്ടെ, എന്നിട്ട് നമുക്ക് പോകാം. ഞാൻ പഠിപ്പിച്ച ഒരുപാട് ശിഷ്യന്മാരുണ്ട്, അവരെ ആരെങ്കിലും വിളിച്ച് ഞാനൊന്ന് വിവരങ്ങളൊക്കെ അന്വേഷിക്കട്ടെ, അതിന് ശേഷം നമുക്ക് പോകാം. അതിനു മുമ്പ് ഇവിടെ നിന്ന് ആരും അങ്ങോട്ട് പോവോ, അതിനെപ്പറ്റി എന്തെങ്കിലും ഒന്ന് ചെയ്യരുത് എന്നും പറഞ്ഞുകൊണ്ട് പ്രഭാവതി പോകുമ്പം അത് കേട്ട് ദേവികയ്ക്ക് ഭയങ്കര സങ്കടമാവുന്നുണ്ട്. അന്നേരം നന്ദു ഗിരീഷിനോട് ചോദിക്കുന്നുണ്ട്, ഇനി എന്ത് ചെയ്യും നമ്മൾ? അപ്പോൾ ഗിരീശൻ പറയുന്നുണ്ട്, നമ്മളൊന്നും ചെയ്യണ്ട, പ്രഭാവതി മേഡം എന്തെങ്കിലും മനസ്സിൽ കാണാണ്ട് ഇങ്ങനെ പറയില്ല എന്ന് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് മേരി തോമസിനെയാണ്. മേരി തോമസ് രണ്ടും കൽപ്പിച്ച് ചന്ദ്രമതിയുടെ വീട്ടിലോട്ട് ഫോൺ ചെയ്യുകയാണ്. അപ്പം ചന്ദ്രമതി ഫോൺ എടുക്കുന്നുണ്ട്. എന്നിട്ട് മേരി തോമസാന്ന് കാണുമ്പോൾ തന്നെ ചന്ദ്രമതി ഫോൺ മ്യൂട്ടാക്കി ഇട്ടിട്ട് തനൂജയെ വിളിക്കുകയാണ്. തനൂജയെ വിളിച്ച് അടുത്ത് വരുത്തിയതിന് ശേഷം സ്പീക്കർ ഓൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ മേരി തോമസ് ചന്ദ്രമതിയോട് ചോദിക്കുന്നുണ്ട്, ചന്ദ്രമതിയുടെ സ്വാധീനം ഉപയോഗിച്ച് ചന്ദ്രമതി ആ മാധവനെ അറസ്റ്റ് ചെയ്യിപ്പിച്ചില്ലേ? അപ്പോൾ ചന്ദ്രമതി മേരി തോമസിനോട് ചോദിക്കുന്നുണ്ട്, മേഡം ആരോഗ്യമന്ത്രി അല്ലേ, ആരോഗ്യമന്ത്രി ആഭ്യന്തര കാര്യങ്ങളിലൊക്കെ ഇടപെടുമോ? അപ്പോൾ എന്താ ചന്ദ്രമതിയുടെ സംസാരത്തിലൊരു മാറ്റം ഉണ്ടല്ലോ എന്ന് പറയുമ്പം ചന്ദ്രമതി പറയുന്നുണ്ട്, ബാലുവിൻ്റെ കുടുംബത്തോടൊപ്പം നിൽക്കണമെന്ന് പറഞ്ഞിട്ട് ഇപ്പം മേരി തോമസ് ചന്ദ്രോത്തുകാരുടെ കൂടെയാണല്ലോ നിൽക്കണേ. അപ്പോൾ എനിക്ക് എന്തും പറയാം. ആ സമയത്ത് തനൂജ വന്ന് ചന്ദ്രമതിയുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, മേഡം ഇത് ഞാനാണ്, തനൂജയാണ്. ഞാനൊരു കാര്യം പറയാം, ഞാൻ ഈ ചന്ദ്രമതി ആൻറ്റിയെ എൻ്റെ അമ്മയുടെ സ്ഥാനത്താണ് നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ചന്ദ്രമതി ആൻറ്റിയെ ഭീഷണിപ്പെടുത്തി ആര് സംസാരിച്ചാലും ഞാനത് തുറന്ന് ചോദിക്കും. മേഡം അല്ല, ആരായാലും ഞാനത് ചോദിക്കും. കാരണം ഞാൻ എൻ്റെ അമ്മയുടെ സ്ഥാനമാണ് ചന്ദ്രമതി ആൻറ്റിക്ക് കൊടുത്തിരിക്കുന്നത് എന്ന് തനൂജ പറയുമ്പോൾ മേരി തോമസിന് ഭയങ്കര സങ്കടമാവുന്നുണ്ട്. അത് കേട്ട് മേരി തോമസ് ഫോൺ വെച്ചിട്ട് പൊട്ടിക്കരയുകയാണ്. കാരണം സ്വന്തം മകള് ചന്ദ്രമതിക്ക് അമ്മയുടെ സ്ഥാനം കൊടുത്തേക്കണമെന്ന് പറഞ്ഞപ്പോൾ മേരി തോമസിന് അത് സഹിക്കാൻ പറ്റിയില്ല. ഈ ഒരു ഇതിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും, കൂടാതെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും, നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു പ്രൊമോ റിവ്യൂവുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.